എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കോഡിനെ ആയിരിക്കും കാണിക്കുക. കോഡാണെങ്കിൽ ആ ടെൻടൈലിൽ കാവലിരിക്കുകയാണ്. അവൻ ഒരുപാട് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ആകെ ബോറടിച്ച് ഹോളോഗ്രാമിലൂടെ ജീകന്റെ അടുത്തേക്ക് വരും. എനിക്കവിടെ വളരെ ബോറാണ്. അതിന് ജീകൻ പറയും, നിന്റെ ബോറടിയൊക്കെ എത്രയും വേഗം തീരും. എന്തായാലും നമ്മുടെ ആളുകൾ ഇവിടേക്ക് തിരികെ എത്തിക്കഴിഞ്ഞാൽ മിഷൻ അത് റീസ്റ്റാർട്ട് ആവുമെന്ന് പറയും. അടുത്ത നിമിഷം ആ പെണ്ണ് അവൾ അവിടേക്ക് വരികയാണ്. ഡെൽറ്റ ആണെങ്കിൽ അവരോട് പറയും, നമ്മൾ കരുതിയതുപോലല്ല നമ്മുടെ ഓപ്പണൻസ്, അവർ വളരെ പവർഫുൾ ആണ്. ബോറോയെ അവരെല്ലാവരും ചേർന്ന് കൊന്നു. ഞാൻ അവിടേക്ക് പോയി അവന്റെ തകർന്ന് തരിപ്പണായി കിടക്കുന്ന ബോഡി കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. മാത്രമല്ല മാസ്റ്റർ ജീകൻ, നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഹൊക്കാഗൻ നറൂട്ടോ അവനെയും ആരോ മോചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തോ ഒരു വലിയ പവറും പ്രഷറും ഒക്കെ ആ ഒരു സ്റ്റോണിന് മേലെ ആരോ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നെനിക്ക് തീർച്ചയാണ്, അത് സാസുകയുടെ പവർ അല്ല. അത് കേട്ട് ജീകനും ഒരല്പം ടെൻസ്ഡ് ആവും. ജീകനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ കറക്റ്റായി ചെയ്യാൻ പറയും. അത് കേട്ട് കോഡ് അവൻ ഓക്കെ പറഞ്ഞ് ആ ഹോളോഗ്രാം കണക്ടിവിറ്റി അതവിടെ വിച്ഛേദിക്കും. അതിനുശേഷം ജീകനാണെങ്കിൽ ആ പെണ്ണിനോട് എത്രയും വേഗം അവരുടെ ഹൈഡ് ഔട്ടിലേക്ക് വരാൻ പറയും. കട്ട് ചെയ്താ ഇപ്പൊ ഓക്കാഗയുടെ മാൻഷൻ കാണിക്കും. അവിടെ ഷിക്കമരുവും തോയും സായും കൊനഹമാരും അവര് 4 പേരും ഇപ്പൊ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. സായി ആണെങ്കിൽ അവരോട് പറയും, ടീമും തകർത്ത് കളഞ്ഞ ആ ഒരു ബോറോ അവന്റെ ഹൈഡ് ഔട്ട് ഞാൻ കണ്ടെത്തി. അത് വലിയൊരു കാസ്റ്റിലാണ്. അവൻ അവിടെ ഒരുപാട് ആൾക്കാരെയൊക്കെ ചേർത്ത് വെച്ച് ഇവിടെ സോളുകളൊക്കെ അബ്സോർബ് ചെയ്തെടുത്ത് ഇൻഫിനിറ്റി സുക്കുനോമി അത് ക്രിയേറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. മാത്രമല്ല ആ കാരയുടെ ഹൈഡ് ഔട്ട് അത് അവര് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ഥിരമായിട്ട് അങ്ങനെയൊന്നും അവർക്കില്ല. ഒരു വാണിംഗ് കൊടുക്കും, ഇത് സത്യത്തിൽ വലിയൊരു മിഷൻ തന്നെയാണ്. 5 നേഷൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു ചാടി അബദ്ധമൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ആദ്യം അവരുടെ ഹൈഡ് ഔട്ടിലേക്ക് പോയിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം. അതിന് സായിയാണ് ആള്. കൊനഹമാരു, നിനക്ക് സായിയുടെ കൂടെ പോകാനായിട്ട് കഴിയോ? അതിന് കൊനഹമാരു ആണെങ്കിൽ ഓക്കെ പറയും. നറൂട്ടോ 2 പേർക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശമൊക്കെ കൊടുത്ത് ഇപ്പൊ അവരെ പറഞ്ഞയക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സായും കൊനഹമാരു അവർ 2 പേരും ബോറോയുടെ ആ ഹൈഡ് ഔട്ടിലേക്ക് വരികയാണ്. അവന്റെ അസിസ്റ്റന്റ് ലേഡി ആണെങ്കിൽ അവളെ കണ്ട് ഇപ്പൊ അവളോട് പറയും, ഞങ്ങളും നിങ്ങളുടെ ടീമിൽ ചേരാൻ വന്നവരാണ്. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. അതിനവള് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല. ബോറോയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും നിങ്ങളെ ഏറ്റെടുക്കും. ഞാനും എൻ്റെ യങ്ങർ ബ്രോയും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ജീവിച്ചു വന്നത്. അതിനുശേഷം ബോറോയുടെ കൂടെ ചേർന്നതിന് ശേഷം ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഇവിടെ എന്നോടൊപ്പമുള്ള എല്ലാ അന്തേവാസികളും അങ്ങനെ തന്നെയാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷേ ബോറോ ഇപ്പോൾ ഇവിടെ ഇല്ല. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഭംഗിയാക്കി ഒരുക്കാനായി പുറത്തേക്ക് പോയതാണ്. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അസിസ്റ്റന്റ് പറയും, നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ബോറോ അദ്ദേഹം ഇവിടെ ഇല്ല. അതിന് കൊനഹമാര് പറയും, ഓക്കെ കുഴപ്പമില്ല, എങ്കിൽ അദ്ദേഹം തിരിച്ചു വരുന്ന അടുത്തൊരു ദിവസം നോക്കി ഞങ്ങൾ തിരികെ എത്താം. അതിനവര് പറയും, അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾ പോയിട്ട് ഇനി തിരികെ വരാൻ ഒരുപാട് സമയമെടുക്കും. അദ്ദേഹം വരുന്നത് വരെ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഇവിടെ തങ്ങാം. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്കും ഭയങ്കര സന്തോഷം. ഇനി ആദ്യം കണ്ട ആ പെണ്ണാണെങ്കിൽ ഇപ്പൊ അസിസ്റ്റൻസിന്റെ അടുത്തേക്ക് വരും. അവളുടെ ബ്രദർ അവിടെ വിട്ടു പോയിട്ട് 1 വർഷം കഴിഞ്ഞു. അവൻ ഇന്നാണ് തിരികെ എത്തേണ്ടത്. ഇതുവരെ അവൻ തിരികെ എത്തിയിട്ടില്ല. ആ കാര്യങ്ങളെക്കുറിച്ച് അസിസ്റ്റൻസിനോട് ചോദിക്കും. അതിനവര് പറയും, എന്റെ ബ്രദർ കഴിഞ്ഞ ദിവസം ബോറോയെ കോൺടാക്ട് ചെയ്തിരുന്നു. അവന്റെ അവിടെയുള്ള ഡ്യൂട്ടി അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിനക്ക് അഭിമാനിക്കാം. ഇപ്പൊ ദൈവത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യും. അങ്ങനെ സീൻ കട്ട് ചെയ്ത മറ്റൊരു അസിസ്റ്റന്റ് പെണ്ണ് അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അവിടെയുള്ള അന്തേവാസികളെയും റൂമുകളും ഫ്ലോറുകളും എല്ലാം ചുറ്റി കാണിക്കുകയാണ്. ആക്ച്വലി ഇവിടെ ഒരുപാട് പേരുണ്ട്. അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരും അനാഥരും അംഗവൈകല്യമുള്ളവരും അങ്ങനെ ഒരുപാട് പേര്. ഇൻഫിനിറ്റി സുക്കനോമിയിലൂടെ ഞങ്ങൾക്ക് പുതിയൊരു ലൈഫ് തരാനാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങളും ആശയോട് കൂടെ കാത്തു നിൽക്കുന്നത്. അതിനുശേഷം അവളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അവരുടെ റൂമിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അവരാദ്യം പരിചയപ്പെട്ട ആ അസിസ്റ്റന്റ് പെണ്ണിന്റെ അടുത്തേക്ക് പോവാണ്. അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ബ്രദറിനെ കുറിച്ച് ചില ഡീറ്റെയിൽസ് ഒക്കെ സായും കൊനഹമാരും ചേർന്ന് അവളോട് ചോദിക്കുകയാണ്. ആക്ച്വലി എന്റെ ബ്രദറിനെ ബോറോ തെരഞ്ഞെടുത്ത് വലിയൊരു ജോലിക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. സത്യത്തിൽ അതെങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. വർഷങ്ങൾക്ക് മുൻപ് കണ്ടിന്യൂസ് ആയിട്ട് അവൻ എനിക്ക് ലെറ്റർ അയക്കുമായിരുന്നു. അതിനുശേഷം ബോറോ ആണ് എൻ്റെ ബ്രദറിനെ
പ്രത്യേക ജോലിക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടു പോയത്. സത്യത്തിൽ ബോറോ കൂട്ടിക്കൊണ്ടു പോയവരാരും ഇതുവരെ അങ്ങ് എത്തിയിട്ടില്ല. അത് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരല്പം ആകുലതയുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ആകെ ബാക്കിയുള്ളത് എൻ്റെ ബ്രദറാണ്. അവനെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയും. അടുത്ത നിമിഷം മറ്റൊരു ലേഡി അവിടേക്ക് വന്ന് ഇപ്പം ആ പെണ്ണിനോടൊരു ഹെൽപ്പ് ചോദിക്കും. അത് കേട്ട് അവളും ആ ലേഡിയുടെ അടുത്തേക്ക് കടന്നു പോവാണ്. നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും സിറ്റുവേഷൻ വളരെ മോശമാവുകയാണ്. ആ ബോറോ വില്ലൻ ഓരോരുത്തരെയായിട്ട് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. അവരെല്ലാവരും ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരിക്കാം. ഇത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമായിരിക്കും എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് വരികയാണ്. അസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ഒരു വലിയ ബാഡ് ന്യൂസ് എനിക്ക് കേൾക്കാൻ ഇടയായി. ബോറോ അവൻ കൊല്ലപ്പെട്ടതായിട്ട് ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ആളെ അങ്ങനെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്നെനിക്കറിയാമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് കടന്നു പോകും. അതിനുശേഷം ഒരു സെക്യൂരിറ്റി പേഴ്സണോട് താൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ഒരു സീക്രട്ട് ഡോറ് അത് ഓപ്പൺ ചെയ്ത് ഒരു ഹൈഡൌട്ടിലേക്ക് വരികയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് സിസ്റ്റംസ് ഒക്കെ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ അതിൽ ഒരു സിസ്റ്റത്തിന്റെ കേസിൽ അമർത്താനായിട്ട് തുടങ്ങും. ലോർഡ് ബോറോ, ഇത് ഞാനാണ് നിങ്ങളുടെ അസിസ്റ്റന്റ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ച് ആ സിസ്റ്റത്തിലേക്ക് എന്തൊക്കെയോ ചില ഇൻപുട്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് യാതൊരു ഔട്ട്പുട്ടും കിട്ടില്ല. അവനെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാർ അകത്തേക്ക് വരികയാണ്. അവരെ കാണേണ്ട താമസം അവൻ ടെൻഷനാവും. സത്യം പറയും, നിങ്ങളൊക്കെ ആരാ, എങ്ങനെയാ ഈ റൂമിലേക്ക് എത്തിയേ? അതിന് സായി ആണെങ്കിൽ ടെററായിട്ട് ചിരിക്കും. സത്യം പറയേണ്ടത് ഞങ്ങളല്ല, നീയാണ്. ബോറോയും നീയും കാറ ടീമും എല്ലാവരും ചേർന്ന് എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഞങ്ങളോട് പറയണം. അല്ലേ നിന്റെ ലോർഡ് ബോറോയുടെ സീക്രട്ട് ലാബ്? ഇവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ വായിച്ചു പഠിച്ചല്ലേ അവൻ ആ വൈറസിനെ പോലും ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവിടെയുള്ള ഓരോ ജനങ്ങളെയും നിങ്ങൾ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സത്യം പറയും, എല്ലാ സത്യങ്ങളും നിന്റെ നാവിൽ നിന്ന് മുന്നിൽ നിന്ന് തന്നെ ഞങ്ങൾക്കറിയണം. അല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് ഞങ്ങൾ കൊന്നു തള്ളും. അതിനവനാണെങ്കിൽ ടെൻഷനായി ഇപ്പം അവരോട് പറയും, സത്യമായിട്ടും കൂടുതലൊന്നും അറിയില്ല. ലോർഡ് ബോറോയെക്കുറിച്ച് മാത്രമേ എനിക്കറിയൂ. അവനാണെങ്കിൽ കയ്യിൽ ചെറിയൊരു ബോട്ടിൽ കയ്യിലെടുക്കും. അതിനുശേഷം അത് നമ്മുടെ ആൾക്കാർക്ക് നേരെ സ്പ്രെഡ് ചെയ്ത് ഓടുകയാണ്. അവൻ സ്പ്രെഡ് ചെയ്തത് മറ്റൊന്നുമല്ല, ബോറോ ക്രിയേറ്റ് ചെയ്ത വൈറസാണ്. അവനാണെങ്കിൽ ഇപ്പോൾ മെയിൻ ഹാളിലേക്ക് ഓടിയെത്തും. നമ്മുടെ ആൾക്കാരും അവനെ ഫോളോ ചെയ്ത് പിന്നാലെ വരും. അവനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഞാൻ ഓൾറെഡി നിങ്ങളുടെ ബോഡിയിൽ ആ ഒരു വൈറസിനെ സ്പ്രെഡ് ചെയ്തതല്ലേ, എന്നിട്ടും നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലേ? അതിന് സായി ആണെങ്കിൽ ഹായ് ആയിട്ട് ചിരിക്കും. ഓൾറെഡി നിങ്ങൾക്ക് ഈ വൈറസിനെ കുറിച്ച് വളരെ മുന്നേ തന്നെ അറിയാം. അതിനാവശ്യമായിട്ടുള്ള ആന്റിബോഡിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഞങ്ങളെ ഒന്നും ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്തിട്ടില്ല എങ്കിൽ ഇതിലും മരിച്ചതിലും വളരെ മോശമായിട്ടായിരിക്കും നീ മരിക്കാൻ പോണേന്ന് പറയും. അടുത്ത നിമിഷം ശബ്ദമെല്ലാം കേട്ട് അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ അവരെല്ലാവരും ഹാളിലേക്ക് ഓടിയെത്തുകയാണ്. മാസ്റ്റർ, ഇവിടെ എന്താ നടക്കണേ? അതിന് അസിസ്റ്റന്റ് വിളിച്ചു പറയും, ഇവർ രണ്ടുപേരും കള്ളന്മാരാണ്. ഇവിടേക്ക് കയറി വന്ന് നമ്മളെ ചതിക്കാനും അറ്റാക്ക് ചെയ്യാനുമാണ് ഇവരുടെ ശ്രമം. ഇവരെ വിടാൻ പാടില്ല. എല്ലാവരും ചേർന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു വിളിച്ചു പറയും. അത് കേട്ട് ജനങ്ങള് നമ്മുടെ ആൾക്കാർ റൗണ്ട് ചെയ്യുകയാണ്. സായി ആണെങ്കിൽ ഇപ്പൊ കൊനഹമാരുവിനോട് പറയും, അവർ സാധാരണ ജനങ്ങളാണ്, സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ. അത് കേട്ട് കൊനഹമാരു തയ്യാറായിട്ട് നിൽക്കും. അവരങ്ങനെ റൗണ്ട് ചെയ്യേണ്ട താമസം ഇപ്പൊ കൊനഹമാരു അവൻ ദേഷ്യപ്പെട്ട് വിളിച്ചു പറയും, നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. നിങ്ങളെ എല്ലാവരെയും ആ ബോറോയും ഇവരും ചേർന്ന് പറ്റിക്കുകയാണ്. ആക്ച്വലി അവരുടെ എക്സ്പെരിമെന്റിന് വേണ്ടി ടെക്സ്റ്റ് സബ്ജക്റ്റ് ആക്കുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും. അവൻ ക്രിയേറ്റ് ചെയ്ത വൈറസ് ഉപയോഗിച്ച് നിങ്ങളെ അഫക്റ്റഡ് ആക്കി. അതിനുശേഷം അതേ വൈറസ് നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് അവൻ നിങ്ങളുടെ ദൈവമായി മാറി. സത്യത്തിൽ ഇതെല്ലാം അവരുടെ പ്ലാൻ ആണെന്ന് പറഞ്ഞ് ആ ബുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ മക്കളെയും ബ്രദേഴ്സിനെയും ഒക്കെ തന്നെ അവർ ടെക്സ്റ്റ് സബ്ജക്റ്റ് ആക്കി ഇല്ലാതാക്കി. നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെട്ടു എന്ന് പറയും. അത് കേട്ട് അസിസ്റ്റന്റ് പെണ്ണ് അവളാണെങ്കിൽ സങ്കടത്താൽ അങ്ങനെ പൊട്ടിക്കരഞ്ഞ് താഴേക്ക് വീഴുകയാണ്. അടുത്ത നിമിഷം ആ ഡെൽറ്റ പെണ്ണ് അവളിപ്പോൾ അവിടേക്ക് വന്ന് ആ ഒരു ഹൈഡൌട്ട് തകർക്കാനായിട്ട് തുടങ്ങുകയാണ്. സായി ആണെങ്കിൽ കൊനഹമാരുവിനോട് പറയും, എത്രയും വേഗം ഇവിടെയുള്ള ജനങ്ങളെ അവരെ രക്ഷിക്കണം. ഉടനെ മറ്റൊരു അസിസ്റ്റന്റ് ലേഡി ആണെങ്കിൽ ഇപ്പൊ കൊനഹമാരുവിന്റെ അടുത്തേക്ക് വന്ന് പറയും, ഒരിക്കലും ബോറോ മരിക്കില്ല. അദ്ദേഹത്തിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തെ ഞങ്ങൾ അവിശ്വസിക്കില്ല. അടുത്ത നിമിഷം ഡെൽറ്റ പെണ്ണ് അവളിപ്പോ അവിടേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ആ അസിസ്റ്റന്റ് ലേഡിയെയും അവളുടെ ആൾക്കാരെ എല്ലാവരെയും കൊന്നു തള്ളുകയാണ്. കൊനഹമാരു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിൽ ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെ ലീഫ് വില്ലേജിലേക്ക് എത്തും. അതിനുശേഷം നടന്ന കാര്യങ്ങൾ സഖയോടും ഷിക്കമരുവിനോടും പറയാണ്. വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു. ഞങ്ങൾക്ക് അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് തന്നെ അവരെല്ലാവരും മരണപ്പെട്ടു എന്ന് പറയും. അത് കേട്ട് നറൂട്ടോ അവൻ ഷോക്ക് ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.